നമസ്തേ. ഗവൺമെൻറ് ITI മലമ്പുഴയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലായ GOVT-ITI മലമ്പുഴ ഒഫീഷ്യലിലേക്ക് സ്വാഗതം. NCVT സിലബസ് പ്രകാരം ITIകളിൽ പഠിക്കുന്ന ടർണർ ട്രേഡ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ 4ാം സെമസ്റ്ററിൽ ഉൾപ്പെടുന്നതായ 2ാം വർഷ പാഠഭാഗം 4ാം സെമസ്റ്ററിൽ ഉൾപ്പെടുന്നതായ CNC പ്രോഗ്രാമിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗമാണ് ഇന്നിവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ക്ലാസ് എടുക്കുന്നത് ശ്രീജിത്ത് TV. പാഠത്തിലേക്ക് കിടക്കുന്നതിന് മുന്നായിക്കൊണ്ട് ചില പ്രാഥമിക വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. എന്താണ് കട്ടിംഗ് സ്പീഡ്? 1ാം വർഷത്തിൽ തന്നെ പഠിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള അറിവുകളാണ് കട്ടിംഗ് സ്പീഡ്, ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട്, മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്നിവ. അത് എന്താണെന്ന് ആമുഖമായി പരിശോധിച്ച ശേഷം ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. കട്ടിംഗ് സ്പീഡ് is the speed at which the cutting edge passes over the material and it is expressed in meters per minute. നിർവചന പ്രകാരം കട്ടിംഗ് സ്പീഡ് എന്നാൽ ടൂള് അല്ലെങ്കിൽ മുറിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം വർക്കിൻ്റെ ജോബിൻ്റെ മുകളിലൂടെ ഉരസി നീങ്ങുന്നതിൻ്റെ നിരക്കാണ് കട്ടിംഗ് സ്പീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്പിൻഡിൽ കറങ്ങുന്ന വേഗതയല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ടൂള് വർക്കിൻ്റെ മുകളിലൂടെ നീങ്ങുന്നതിൻ്റെ നിരക്ക്, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ കണ്ടെത്താൻ പറ്റും? ഒരു തവണ വട്ടത്തിൽ കറങ്ങുന്ന ഉരുണ്ട റൗണ്ടായിട്ടുള്ള ഒരു റോഡിൻ്റെ മുകളിൽ ഒരു തവണ ടൂള് നീങ്ങുന്ന ദൂരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റളവായിരിക്കും. ചുറ്റളവ് കണ്ടെത്തുന്നത് നമുക്ക് എളുപ്പമാണ്, അറിയാം. πdn, അതായത് 2πr അല്ലെങ്കിൽ πdn എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് πd ചുറ്റളവ് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ എത്ര തവണ കറങ്ങുന്നു എന്നുള്ളത് ഉപയോഗിച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിശ്ചിത സമയത്തിൽ എത്ര ദൂരം ആകെ സഞ്ചരിച്ചു എന്ന് ലഭിക്കും. 2πr അല്ലെങ്കിൽ πd കൊണ്ട് നമുക്ക് ചുറ്റളവ് കണ്ടെത്താൻ സാധിക്കുന്നു. തുടർന്ന് എത്ര വേഗത്തിലാണ് കറങ്ങുന്നത് അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയത്തിൽ എത്ര തവണ കറങ്ങുന്നു എന്നതുകൊണ്ട് ഗുണിച്ചു കഴിയുമ്പോൾ നിശ്ചിത സമയത്തിൽ ആകെ സഞ്ചരിച്ച ദൂരം നമുക്ക് ലഭിക്കുന്നു. When a work of diameter d is turned in n revolutions, then length of the portion of work in contact with the tool will be πdn. കട്ട് സ്പീഡ് കണക്കാക്കുന്നതിനുള്ള ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയാം. V = πdn/1000. അതിൻ്റെ യൂണിറ്റ് എന്താണ്? കട്ടിംഗ് സ്പീഡിൻ്റെ യൂണിറ്റ് മീറ്റേഴ്സ് പെർ മിനിറ്റ് ആണ്. V എന്ന് പറയുന്നത് കട്ടിംഗ് സ്പീഡ് ഇൻ മീറ്റേഴ്സ് പെർ മിനിറ്റ്. പൈ എന്നത് മാത്സിൽ ഉപയോഗിക്കുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. 3.14 ആണ് ഇതിൻ്റെ വില. D എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്, വർക്കിൻ്റെ ഡയമീറ്റർ. അത് മില്ലിമീറ്ററിൽ എടുക്കുന്നത് കൊണ്ടാണ് πdn/1000 എന്ന് വന്നത്. മില്ലിമീറ്ററിനെ മീറ്റർ ആക്കുന്നതിന് വേണ്ടിയാണ് 1000 കൊണ്ട് ഹരിച്ചിട്ടുള്ളത്. അഥവാ നമ്മുടെ യൂണിറ്റ് മില്ലിമീറ്റർ പെർ മിനിറ്റ് ആയിരുന്നുവെങ്കിൽ πdn മാത്രം മതിയാകുമായിരുന്നു. n is the spindle speed in RPM. കട്ടിംഗ് സ്പീഡുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. When more material is to be removed in lesser time, higher cutting speed is needed. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മെറ്റീരിയൽ കളയണമെങ്കിൽ കൂടിയ കട്ടിംഗ് സ്പീഡ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടി വരും. ഫിനിഷ് കുറയും, ആ സമയത്ത് മെറ്റീരിയൽ റിമൂവലായിരിക്കും കൂടുതലായി നടക്കുക. ദിസ് മേക്ക് ദ സ്പിൻഡിൽ ടു റൺ ഫാസ്റ്റർ ബട്ട് ദ ലൈഫ് ഓഫ് ദ ടൂൾ വിൽ ബി റെഡ്യൂസ്ഡ് ഡ്യൂ ടു മോർ ഹീറ്റ് ബീങ് ഡെവലപ്ഡ്. കൂടുതൽ ഹീറ്റ്, ടൂൾ കൂടുതൽ ചൂടാവുന്നത് കൊണ്ട് അല്ലെങ്കിൽ ടൂളിൻ്റെയും വർക്കിൻ്റെയും കട്ടിംഗ് ഇൻ്റർഫേസിൽ കൂടുതൽ ഹീറ്റ് ഡെവലപ്പ് ആവുന്നത് മൂലം ടൂളിൻ്റെ ലൈഫ് വളരെയധികം കുറയുകയുണ്ടാവും. മാത്രമല്ല സർഫസ് ഫിനിഷും കുറച്ചേ ലഭിക്കുകയുള്ളൂ. റെക്കമെൻഡഡ് കട്ടിംഗ് സ്പീഡ്സ് ആർ ഗിവൻ ഇൻ എ ചാർട്ട്. ഓരോ തരം മെറ്റീരിയൽക്കും പ്രത്യേകതരം ടൂൾ ഉപയോഗിക്കുമ്പോഴുള്ള ഏറ്റവും അനുയോജ്യമായ കട്ടിംഗ് സ്പീഡ് എന്താണെന്ന് നമുക്ക് ചാർട്ട് നോക്കി കണ്ടെത്തുന്നതിന് സാധിക്കും. The recommended cutting speeds are to be chosen from chart and the spindle speed is to be calculated before programming operation. നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പായാലും സാധാരണ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പായിരുന്നാലും ശരി, ആദ്യം തന്നെ കട്ടിംഗ് സ്പീഡ് കണക്കാക്കണം. The correct cutting speed will provide higher tool life under normal working condition. ശരിയായ കട്ടിംഗ് സ്പീഡ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കട്ടിംഗ് ടൂളിന് പരമാവധി ലൈഫ് അല്ലെങ്കിൽ കൂടിയ ടൂൾ ലൈഫ്
ലഭിക്കുന്നതിനായിട്ട് സാധിക്കും. കൂടാതെ കൂടിയ സർഫസ് ഫിനിഷും ലഭിക്കും. എന്തൊക്കെ ഫാക്ടേഴ്സാണ് കട്ടിംഗ് സ്പീഡിനെ ബാധിക്കുന്നത്? ഫിനിഷ് റിക്വയർഡ്, എത്രത്തോളം ഫിനിഷ് ആവശ്യമുണ്ട്. ഡെപ്ത് ഓഫ് കട്ട്, ഏത് ഡെപ്ത് കട്ട് കൊടുത്താണ്. വലിയ ഡെപ്താണ് കൊടുക്കുന്നതെങ്കിൽ വലിയ കട്ടിംഗ് സ്പീഡ് സാധിക്കില്ല. ചെറിയ ഡെപ്ത് ആണെങ്കിൽ കൂടിയ കട്ടിംഗ് സ്പീഡ് സാധിക്കും. ടൂൾ ജോമെട്രി, ടൂളിൻ്റെ ആംഗിളുകൾ ഏതൊക്കെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ടോപ്പ് റേക്ക് ആംഗിൾ, ആ റേക്ക് ആംഗിൾ പോസിറ്റീവ് ആണോ, സീറോ ആണോ, നെഗറ്റീവ് ആണോ, അതിനനുസരിച്ചിട്ട് റിജിഡിറ്റിക്ക് വ്യത്യാസം വരും. അതുകൊണ്ട് ആ ആംഗിളുകൾ കട്ടിംഗ് സ്പീഡിനെ ബാധിക്കുന്നൊരു കാര്യമാണ്. പ്രോപ്പർട്ടീസ് ആൻഡ് റിജിഡിറ്റി ഓഫ് കട്ടിംഗ് ടൂൾ ആൻഡ് ഇറ്റ്സ് മൗണ്ടിങ്, ഏത് തരത്തിലുള്ള കട്ടിംഗ് ടൂളാണ്, ഏത് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്, HSS ആണോ, കാർബൈഡ് ടിപ്പാണോ, വെറും കാർബൺ സ്റ്റീലാണോ, എന്താണത്. അതുപോലെ അതിൻ്റെ മൗണ്ടിങ് എങ്ങനെയാണ്, നമ്മൾ പലതരത്തിലുള്ളത് പഠിച്ചിട്ടുണ്ട്. അതിൽ ഏത് ടൈപ്പ് ടൂളാണ് ഉപയോഗിക്കുന്നത്. പ്രോപ്പർട്ടി ഓഫ് വർക്കിംഗ് മെറ്റീരിയൽ, വർക്ക് പീസിൻ്റെ മെറ്റീരിയൽ ഏതാണ്. റിജിഡിറ്റി ഓഫ് ദി വർക്ക് പീസ്. ടൈപ്പ് ഓഫ് കട്ടിംഗ് ഫ്ലൂയിഡ് യൂസ്, തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കട്ടിംഗ് ഫ്ലൂയിഡ് ഏതാണ്. റിജിഡിറ്റി ഓഫ് ദി മെഷീൻ ടൂൾ, അത് ഏറ്റവും പ്രധാനമാണ്. മെഷീൻ്റെ കപ്പാസിറ്റി, എത്രത്തോളം റിജിഡിറ്റി ഉണ്ട് മെഷീന് എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കട്ടിംഗ് സ്പീഡ് നിലനിൽക്കുന്നത്. അടുത്തതായിട്ട് ഫീഡ്. The feed of a tool is the distance it moves along the work for each revolution of the work, and it is measured in mm per revolution. മില്ലിമീറ്റർ പെർ റെവല്യൂഷൻ ആണ് അതിൻ്റെ യൂണിറ്റ് ആയിട്ട് വരിക. അതായത് വർക്ക് ഒരു തവണ കറങ്ങുമ്പോൾ എത്ര ദൂരം ആക്സിസിന് പാരലായിട്ട് ടൂൾ മൂവ് ചെയ്തു, അതിനാണ് ഫീഡ് എന്ന് പറയുന്നത്. ഒരു തവണ കറങ്ങുന്ന സമയത്ത് എത്ര മില്ലിമീറ്റർ ആക്സിസിന് പാരലായിട്ട് ടൂളിനെ നമ്മൾ മൂവ് ചെയ്യിച്ചു. നമ്മൾ സാധാരണയായിട്ട് പ്ലെയിൻ ട്രെയിനിങ് ചെയ്യുന്ന രീതി പറയുന്നതുകൊണ്ടാണ് ആക്സിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്യാരേജിൽ കൊടുക്കുന്ന മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സാഡിലിൻ്റെ മൂവ്മെൻറ്റ്, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ സാഡിലിൻ്റെ മൂവ്മെൻറ്റ്, അതാണ് ഫീഡ് എന്ന് പറയുന്നത്. ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനടിയിൽ എഴുതിയിരിക്കുന്നത് പ്രത്യേകമായിട്ട് വായിക്കുക. ലെസ് പവർ ഈസ് യൂസ്ഡ് വിത്ത് ഡീപ്പ് കട്ട് ആൻഡ് ഫൈൻ ഫീഡ്. ഡെപ്ത് ഓഫ് കട്ട് കൂട്ടിയിട്ട് വളരെ പതുക്കെ ഫീഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ കൺസംഷൻ കുറയുകയും മെറ്റീരിയൽ കൂടുതൽ റിമൂവ് ആവുകയും ചെയ്യും. ഡീപ്പ് കട്ട് വിത്ത് ഫൈൻ ഫീഡ്. കട്ട് ഒന്നാമത്തെ ചിത്രം. രണ്ടാമത്തെ ചിത്രത്തിൽ എന്താ, ഫീഡ് ആൻഡ് ഡെപ്ത് ഓഫ് കട്ട് ഓഫ് ദി ഈക്വൽ ഡെപ്ത് ഓഫ് കട്ട് കൊടുത്തുകൊണ്ടുള്ളത്. പക്ഷേ ഇതിനേക്കാൾ ഡിസൈറബിൾ ആയിട്ടുള്ള ആദ്യത്തെ കേസാണ്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ റഫ് കട്ടും ഫിനിഷ് കട്ടിന് ചിത്രം കൊടുത്തിട്ടുണ്ട്. റഫ് കട്ട് കട്ടിങ് കഴിഞ്ഞ ശേഷം ടൂളിൻ്റെ മൂവ് ചെയ്ത പാത്ത്, മാർക്ക്, ലൈനുകൾ അവിടെ അവശേഷിക്കുകയാണ്. അപ്പോൾ സർഫസ് ഫിനിഷ് അത്രയും കുറവാണ്, അവിടെ ടൂളിൻ്റെ മാർക്കിങ് അവശേഷിക്കുകയാണ്. അതേസമയം ഫിനിഷ് കട്ടാണ് ചെയ്യുന്നതെങ്കിൽ റൗണ്ട് നോസ് ടൂൾ ഉപയോഗിച്ച് ഫിനിഷ് കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നില്ല, അവശേഷിക്കുന്നില്ല, ടൂൾ മാർക്ക് അവശേഷിക്കുന്നില്ല, ഫിനിഷ് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. ഫീഡിനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടൂൾ ജോമെട്രി, ശരിയായിട്ടുള്ള ആംഗിളുകൾ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. സർഫസ് ഫിനിഷ് റിക്വയർഡ് ഫോർ ഓൺ ദി വർക്ക്, സർഫസ് ഫിനിഷ് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഫീഡ് കൊടുക്കണം. അതല്ല വെറുതെ മെറ്റീരിയൽ കളഞ്ഞാൽ മതിച്ചാൽ റഫ് കട്ട് മതി. റിജിഡിറ്റി ഓഫ് ദി ടൂൾ, കൂളൻ്റ് യൂസ്ഡ്. അടുത്തതായിട്ട് ഡെപ്ത് ഓഫ് കട്ട്. ഡെപ്ത് ഓഫ് കട്ട് എന്നാൽ എന്താണ്? ഡെപ്ത് ഓഫ് കട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെഷീൻഡ് ആൻഡ് അൺമെഷീൻഡ് സർഫസസ്. ഒരു റൗണ്ട് റോഡിനെ നമ്മൾ ഒരു പ്ലെയിൻ ടേണിങ്, ഒരു കട്ട് എടുക്കുന്നുവെങ്കിൽ ഫിനിഷ് ചെയ്തതും അൺഫിനിഷ് ചെയ്തതുമായിട്ടുള്ള 2 ഡയമീറ്ററുകൾ തമ്മിലുള്ള വ്യത്യാസമായിരിക്കും ഡെപ്ത് ഓഫ് കട്ട് എന്ന് പറയുന്നത്. If D1 is the initial diameter and D2 is the final diameter, depth of cut will be equal to D1 minus D2 by 2 in millimeters. എമ്മിലായിരിക്കും കിട്ടുക. അത് മനസ്സിലാക്കുന്നതിനായിട്ട് ഒരു 2 ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്താ ഡെപ്ത് ഓഫ് കട്ട്? വർക്കിലേക്ക് എത്രത്തോളം ടൂള് ആഴ്ന്നിറങ്ങിയിരിക്കുന്നു എന്നുള്ള. അപ്പോൾ ഒരു 3 mm കട്ട് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്, ഒരു റഫ് കട്ടാണ്. പിന്നെ ഇപ്പുറത്ത് വേറൊരു പോയിൻ്റ് കൂടി പറയുന്നു, നമ്മൾ 1 mm കൊടുത്താൽ 2 mm ഡയമീറ്ററിൽ കുറയും. കാരണം വട്ടത്തിലാണ് മെറ്റീരിയൽ റിമൂവ് ആവുന്നത്. ഡെപ്ത് ഓഫ് കട്ടിന് ഒരു പ്രത്യേകത ഉണ്ട്. ഡയമീറ്റർ ഈസ് റെഡ്യൂസ്ഡ് ബൈ ട്വൈസ് ദ ഡെപ്ത് ഓഫ് കട്ട് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കണക്കാക്കുന്ന സമയത്ത്. പ്രോഗ്രാമിങ്ങിൽ കണക്കാക്കുമ്പോഴും അത് പ്രത്യേകം കണക്കാക്കേണ്ടതാണ്. നമ്മൾ ഡയമട്രിക്കലായിട്ടാണ് വാല്യൂ കൊടുക്കുക. അടുത്തായിട്ട് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് അല്ലെങ്കിൽ MRR. എന്താണ് MRR എന്ന് പറഞ്ഞാൽ? വോള്യം, എത്രത്തോളം മെറ്റീരിയൽ റിമൂവ് ചെയ്യപ്പെട്ടു, വോള്യൂം ഓഫ് മെറ്റീരിയൽ റിമൂവ്ഡ് ആണ്. ദ വോള്യൂം ഓഫ് മെറ്റൽ റിമൂവൽ ഈസ് ദ വോള്യൂം ഓഫ് ചിപ്പ് ദാറ്റ് ഈസ് റിമൂവ്ഡ്
from the work in 1 minute and is found by multiplying the cutting speed, feed rate and depth of cut. ഒരു യൂണിറ്റ് സമയത്തിനകത്ത്, ഒരു യൂണിറ്റ് ടൈമിൽ അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര മെറ്റീരിയൽ റിമൂവ് ചെയ്യപ്പെട്ടു എന്നതിൻ്റെ വ്യാപ്തമാണ്, വോള്യമാണ് MRR എന്ന് പറയുന്നത്, മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്ന് പറയുന്നത്. MRR ഈസ് ഈക്വൽ ടു ഫീഡ് ഇൻറ്റു കട്ടിംഗ് സ്പീഡ് ഇൻറ്റു ഡെപ്ത് ഓഫ് കട്ട്. ഫീഡ്, സ്പീഡ്, ഡെപ്ത് ഓഫ് കട്ട് എന്ന് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി പറയാറുണ്ട്. പക്ഷേ സ്പീഡ് എന്നത് കട്ടിംഗ് സ്പീഡാണ് എന്നുള്ളത് ഓർമ്മയിലുണ്ടാവണം. ഫീഡ്, സ്പീഡ്, ഡെപ്ത് ഓഫ് കട്ട്. യൂണിറ്റ് വരിക മില്ലിമീറ്റർ ക്യൂബ് പെർ മിനിറ്റ് ആണ് അതിൻ്റെ യൂണിറ്റ് വരിക. ഇനി നമ്മൾ എന്തടിസ്ഥാനത്തിലാണ് ഈ ഫീഡും സ്പീഡും ഡെപ്ത് ഓഫ് കട്ടും തീരുമാനിക്കുക? അതുകൂടി അറിഞ്ഞാൽ മാത്രമേ പ്രോഗ്രാം ചെയ്യണ സമയത്ത് നമുക്ക് ശരിയായിട്ടുള്ള കട്ടിംഗ് സ്പീഡും ശരിയായിട്ടുള്ള സ്പിൻഡിൽ സ്പീഡും ചൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. സമയം ഏറ്റവും കുറവെടുത്തുകൊണ്ട് കൂടുതൽ ഫിനിഷിൽ അല്ലെങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ഫിനിഷിൽ വർക്ക് ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് സ്പീഡും ഫീഡും തിരഞ്ഞെടുക്കുന്നത് പ്രത്യേകം പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. മെറ്റീരിയൽ റിമൂവ് ചെയ്യാനുള്ള കൂടുതൽ സമയം ചിലവാകുന്നത്. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അവിടെ പറയുന്നത്. സാധാരണയായിട്ടുള്ള ടൂളുകൾ കാർബൈഡ് ടിപ്പുകളാണ് കൂടുതലായിട്ട് ഇതിൽ ഉപയോഗിക്കുന്നത്, നമ്മുടെ CNC മെഷീനുകളിൽ ഉപയോഗിക്കുന്നത്. എങ്കിൽ കൂടി പറയുകയാണ്, ഫോർ സൂപ്പർ HSS ടൂൾസ്, സൂപ്പർ HSS എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ടൂളുകളാണെങ്കിൽ ദ ഫീഡ് വുഡ് റിമെയിൻ ദ സെയിം ബട്ട് കട്ടിംഗ് സ്പീഡ് കുഡ് ബി ഇൻക്രീസ്ഡ് ബൈ 15 to 20%. അവിടെ എന്ത് കൂട്ടാൻ പാടില്ല? കട്ടിംഗ് സ്പീഡ് കൂട്ടാൻ പാടില്ല, ഫീഡ് റേറ്റ് കൂട്ടാൻ പാടില്ല. പക്ഷേ കട്ടിംഗ് സ്പീഡ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. 15 മുതൽ 20% വരെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. എ ലോവർ സ്പീഡ് റേഞ്ച് ഈസ് സ്യൂട്ടബിൾ ഫോർ ഹെവി റഫ് കട്ട്സ്. ഹെവി ആയിട്ടുള്ള കട്ടുകൾ, വലിയ ഡെപ്ത് ഓഫ് കട്ട് നൽകുന്ന സമയത്ത് ലോവർ സ്പീഡ് റേഞ്ച് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എ ഹയർ സ്പീഡ് റേഞ്ച് ഈസ് സ്യൂട്ടബിൾ ഫോർ ലൈറ്റ് കട്ട് ആൻഡ് ഫിനിഷ് കട്ട്. ഫിനിഷ് ചെയ്യുന്നതിന് ലൈറ്റ് കട്ടാണ് കൊടുക്കുന്നതെങ്കിലും ഹയർ സ്പീഡ് റേഞ്ച് സെലക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ദ സ്പീഡ് ഈസ് സെലക്റ്റഡ് ടു സ്യൂട്ട് ദ ഫിനിഷ് റിക്വയർഡ് ആൻഡ് ദ റേറ്റ് ഓഫ് മെറ്റൽ റിമൂവൽ. എത്രത്തോളം മെറ്റൽ റിമൂവൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ അളവിന് അടിസ്ഥാനമായിട്ടും എത്ര ഫിനിഷ് ആവശ്യമുണ്ട് എന്നുള്ളതനുസരിച്ചുമാണ് നമ്മൾ ഫീഡ് സെലക്ട് ചെയ്യുന്നത്. കൂടുതൽ മെറ്റൽ റിമൂവ് ചെയ്യാനുണ്ടെങ്കിൽ അതിന് ഉതകുന്ന രീതിയിലും, അതല്ല ഫിനിഷ് ചെയ്യാൻ വേണ്ടി വളരെ കുറച്ച് മാത്രമേ മെറ്റീരിയൽ റിമൂവ് ചെയ്യാനുള്ളൂ എങ്കിൽ അതിന് ഉതകുന്ന രീതിയിലുമായിരിക്കണം ഫീഡ് റേറ്റ് ചൂസ് ചെയ്യുന്നത്. വെൻ കാർബൈഡ് ടൂൾസ് ആർ യൂസ്ഡ്, കാർബൈഡ് ടൂൾസാണ് പൊതുവെ ഉപയോഗിക്കുന്നത് എങ്കിലും എടുത്തു പറയുകയാണ്. വെൻ കാർബൈഡ് ടൂൾസ് ആർ യൂസ്ഡ് 3 to 4 times ഹയർ കട്ടിംഗ് സ്പീഡ് ദാൻ ദാറ്റ് ഓഫ് HSS ടൂൾസ് മേ ബി യൂസ്ഡ്. സാധാരണമായിട്ട് അതേ മെറ്റീരിയലിന് HSSൽ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ചാർട്ടുകൾ കിട്ടുക. അതിൻ്റെ 3 അല്ലെങ്കിൽ 4 മടങ്ങ്, 3 ഇരട്ടി 4 ഇരട്ടി വേഗത്തിൽ നമുക്ക് മെഷീൻ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തായിട്ടൊരു ചാർട്ടാണ്. ഈ ചാർട്ടിൽ വിവിധ മെറ്റീരിയലുകൾ ടേൺ ചെയ്യുന്ന സമയത്ത് നൽകേണ്ടുന്ന ഫീഡിൻ്റെയും കട്ടിംഗ് സ്പീഡിൻ്റെയും റേഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. മില്ലിമീറ്റർ പെർ റവല്യൂഷനിൽ ഫീഡും മീറ്റർ പെർ മിനിറ്റിൽ കട്ടിംഗ് സ്പീഡും നൽകിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രോഗ്രാം ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ ചൂസ് ചെയ്യുന്നതിനായിട്ട് സാധിക്കും. നമുക്ക് നേരിട്ട് കട്ടിംഗ് സ്പീഡ് നൽകാനുള്ള സൗകര്യമുണ്ട്, അതുകൊണ്ട് നേരിട്ട് ചൂസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് മൈൽഡ് സ്റ്റീലിൻ്റെ എത്രയാണ് കിടക്കുന്നത്? 0.2 to 1 mm per revolution ഫീഡ് റേറ്റും, അതേസമയം കട്ടിംഗ് സ്പീഡ് 35 മുതൽ 80 വരെ മീറ്റർ പെർ മിനിറ്റ് കട്ടിംഗ് സ്പീഡുമാണ് ഇതിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടൂളിന് ലൈഫ് കൂടുതൽ കിട്ടുക, നല്ല ഫിനിഷ് ഉണ്ടാവുക, നല്ല വർക്ക് ഫിനിഷ് ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും ഉചിതമായിട്ടുള്ള മെറ്റീരിയൽ റിമൂവൽ വേഗതയാണ് കട്ടിംഗ് സ്പീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമുക്ക് ഫിനിഷ് വേണ്ടപ്പോൾ അതിനനുസരിച്ചും കൂടുതൽ മെറ്റൽ റിമൂവൽ ചെയ്യേണ്ടപ്പോൾ അതിനനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നത് ഈ റേഞ്ചിനകത്ത് നിന്നുകൊണ്ടായിരിക്കണം. MS ആണെങ്കിൽ 35-നും 80-നും ഇടയ്ക്ക് നിന്നുകൊണ്ടായിരിക്കണം സെലക്ട് ചെയ്യുന്നത്. അതിന് പുറത്തേക്ക് പോകുന്നത് മെഷീനും ടൂളിനും വർക്കിനും എല്ലാം ഡാമേജ് വരുത്തും. അടുത്തതായിട്ട് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കായിട്ടുള്ള ലിമിറ്റിംഗ് ദ സ്പിൻഡിൽ സ്പീഡ് ആൻഡ് കോൺസ്റ്റൻറ്റ് കട്ടിംഗ് സ്പീഡ്. നമ്മളിതിൽ മെഷീൻ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് പലതരത്തിലും ഉള്ള കോഡുകൾ ഉപയോഗിക്കേണ്ടായി. അപ്പോൾ എന്താണ് ലിമിറ്റ് ചെയ്യുന്നത്, എന്തിനാണ് ലിമിറ്റ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ആവശ്യം, ആ പ്രായോഗികതയിലേക്കാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും. വെൻ വർക്കിംഗ് വിത്ത് കോൺസ്റ്റൻറ്റ് കട്ടിംഗ് സ്പീഡ് മോഡ് ദ സ്പിൻഡിൽ സ്പീഡ്സ് ഇൻക്രീസസ് ആസ് ദ ടൂൾ മൂവ്സ് ടുവേർഡ്സ് ആക്സിസ്. എന്താണ് പറയുന്നത്? ഈ കോൺസ്റ്റൻറ്റ് കട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്ന മോഡ് നമുക്കുണ്ട്. കോൺസ്റ്റൻറ്റ് കട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്ന മോഡുണ്ട്, കോൺസ്റ്റൻറ്റ് സർഫസ് സ്പീഡ്, 2 മോഡുകളുണ്ട്. അപ്പോൾ കോൺസ്റ്റൻറ്റ് കട്ടിംഗ് സ്പീഡ് മോഡ് ഉപയോഗിച്ചിട്ടാണ്
സ്പിൻഡിൽ സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിട്ടല്ലാതെ കട്ടിംഗ് സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് വിചാരിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ഫേസിങ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഡയമീട്രിക്കലായിട്ട് വരുന്ന ഒരു ഓപ്പറേഷൻ, ആ ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഡയമീറ്റർ കുറഞ്ഞു വരുന്തോറും ഇക്വേഷൻ പ്രകാരം കട്ടിംഗ് സ്പീഡ് സ്പിൻഡിൽ സ്പീഡ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അതെങ്ങനെയാണ് അപ്പോൾ അത് നമുക്ക് ഇക്വേഷൻ നോക്കാം. കട്ടിംഗ് സ്പീഡ് V = πdn/1000 അല്ലേ. അപ്പോൾ അതിനകത്ത് D കുറഞ്ഞു വരുന്തോറും N കൂടി വരേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ട്? V കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ട്. നമുക്ക് ഒന്നുകൂടി നോക്കാം. ഒരു ഉദാഹരണമായിട്ട് നോക്കാം. ആസ് പെർ ദ അബവ് ഇക്വേഷൻ അറ്റ് സ്പെസിഫിക് കട്ടിംഗ് സ്പീഡ് സേ V = 250 m/mm. When the diameter is 30 mm, the spindle speed shall be 2652 rpm. അതായത് നമുക്ക് 250 m/മിനിറ്റ് അല്ല മിനിറ്റ് ആണ് കേട്ടോ. 250 m/മിനിറ്റ് കട്ടിംഗ് സ്പീഡ് നമുക്ക് ലഭിക്കണം. അപ്പോൾ ഡയമീറ്റർ 30 mm ആണെങ്കിൽ സ്പിൻഡിൽ സ്പീഡ് എത്രയായിരിക്കാം? കണക്ക് കൂട്ടി വരുമ്പോൾ 2652 rpm ആയിരിക്കണം. ആ ഡയമീറ്റർ 30-ൽ നിന്നും കുറഞ്ഞ് 20 mm ഡയമീറ്ററിലേക്ക് കുറയുന്ന സമയത്ത് സ്പിൻഡിൽ സ്പീഡ് 3978 ആവുകയും ഡയമീറ്റർ കുറഞ്ഞു 1 mm എത്തുമ്പോൾ സെൻറ്ററിനോട് അടുക്കുന്ന സമയത്ത് വേണ്ടുന്ന RPM എന്ന് പറയുന്നത് അതേ സർഫസ് ഫിനിഷ് കിട്ടണമെങ്കിൽ, അതേ കട്ടിംഗ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കീപ്പ് ചെയ്യേണ്ടതായ വേഗത എന്ന് പറയുന്നത് 79,577 RPM ആയി മാറുകയും ഇത് മെഷീനിൽ സാധ്യമായൊരു വേഗതയല്ല. അപ്പോൾ മെഷീൻ്റെ കപ്പാസിറ്റിക്കും പുറത്തേക്ക് പോകുന്നതാണ്. ഇത് വലിയ അപകടങ്ങളിലേക്ക് വയ്ക്കും. അതുകൊണ്ട് തന്നെ സ്പിൻഡിലുള്ള സ്പീഡ് ലിമിറ്റ് ചെയ്യണം. പരമാവധി ഇത്ര വരെ കൂടാവുള്ളൂ എന്ന് വെക്കണം. അതല്ല എങ്കിൽ എന്ത് സംഭവിക്കും? മെഷീന് കേടുപാട് സംഭവിക്കും, അപകടങ്ങൾ സംഭവിക്കും. ഓപ്പറേറ്റർക്കും മെഷീനും അപകടങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് തന്നെ സ്പിൻഡിൽ സ്പീഡ് ലിമിറ്റ് ചെയ്യേണ്ടത് ഒരു ആത്യന്തികമായ ആവശ്യമാണ്. ഫിനിഷ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് പ്രോഗ്രാമർ കോൺസ്റ്റൻറ്റ് കട്ടിംഗ് സ്പീഡ് എന്ന് പ്രോഗ്രാം ചെയ്യും. പക്ഷേ അതേ പ്രോഗ്രാമർ തന്നെ മെഷീൻ്റെ സുരക്ഷയെ കൂടി കണക്കാക്കിക്കൊണ്ട് അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ച് ചെയ്യാവുന്നത് എത്ര എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ലിമിറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതിനായിക്കൊണ്ട് മാക്സിമം സ്പിൻഡിൽ സ്പീഡ് ലിമിറ്റ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശം കൂടി നൽകേണ്ടതുണ്ട്. തുടർന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. സിമിലർലി വെൻ ദ ടൂൾ ഗോ നിയർ ദ ആക്സിസ് പോയിൻ്റ്, ആക്സിസിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ എന്താണ് സംഭവിക്കുക? D എന്നത് 0 ആവും. D 0 ആയിക്കഴിഞ്ഞാൽ തിയററ്റിക്കലി അത് ഇൻഫിനിറ്റി എന്നാണ് വരിക. ഇൻഫിനിറ്റി പറയുന്ന ഒരളവ് നമുക്കൊരിക്കലും ഒരു മെഷീനിൽ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഹൗവർ ദ CNC മെഷീൻ ഹാസ് certain maximum spindle speed permissible which would be specified in our program and it is known as limiting spindle speed. ഇതാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ നിർബന്ധമായിട്ടും പരമാവധി അനുവദിക്കാവുന്ന സ്പിൻഡിൽ സ്പീഡ് എത്രയാണെന്ന് പ്രോഗ്രാമിൽ പറയണം. അതിനെയാണ് ലിമിറ്റിംഗ് സ്പിൻഡിൽ സ്പീഡ് എന്ന് പറയുന്നത്. വൺസ് പ്രോഗ്രാംഡ് വെൻ ദ സ്പിൻഡിൽ റീച്ചസ് ഇറ്റ്സ് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ദി സ്പീഡ് ദ കൺട്രോളർ ക്ലാംപ്സ് ഇറ്റ് and the rest of the operations are carried out at constant speed, that is limiting spindle speed. അതായത് നമ്മൾ പരമാവധി 2000 RPM അല്ലെങ്കിൽ പരമാവധി 3000 RPM എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണക്ക് പ്രകാരം കൃത്യമായി ക്രമാനുഗതമായി വേഗത കൂടിക്കൂടി വരുമെങ്കിലും എപ്പോഴാണോ ഈ ലിമിറ്റ് ചെയ്യുന്ന അളവിൽ 2000 അല്ലെങ്കിൽ 3000 നമ്മൾ സെറ്റ് ചെയ്ത അളവിലെത്തുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് വേഗത കൂടുകയില്ല. പിന്നീട് ഓപ്പറേഷൻ മുഴുവനും ആ വേഗത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ കട്ടിംഗ് സ്പീഡ് വ്യത്യാസം വരും, ശരിയാണ്. കോൺസ്റ്റന്റ് കട്ട് സ്പീഡ് അല്ലാതെ മാറും. പക്ഷേ മെഷീൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അത് ആവശ്യമാണ്. ദസ് വിൽ എൻഷുർ ദാറ്റ് എനി പോസിബിൾ ഡാമേജ് ഡ്യൂ ടു വേരിയേഷൻ ഓഫ് സ്പിൻഡിൽ സ്പീഡ് ഈസ് പ്രിവെൻറ്റഡ്. അങ്ങനെ സ്പിൻഡിൽ സ്പീഡ് മാറുന്നത് മൂലം ഉണ്ടാവുന്ന ഒരു ഡാമേജ് നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും. ടു ക്യാരി ഔട്ട് ആൻ ഓപ്പറേഷൻ അറ്റ് കോൺസ്റ്റന്റ് കട്ടിംഗ് സ്പീഡ് ഓഫ് 250 m/min അറ്റ് 3000 RPM ദ പ്രോഗ്രാം ആസ് പെർ ഫനൂക്ക് ഷാൾ ബി. ഒരു ഫനൂക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ ഇത്രയും ദിവസം കണ്ടത് ഫനൂക്കായിരുന്നു. ഫനൂക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പറയുന്ന പ്രകാരം 250 m/min കട്ടിംഗ് സ്പീഡിൽ കട്ട് ചെയ്യണം. എത്ര? 3000 RPM, പരമാവധി 3000 RPM. അതിനുവേണ്ടി പ്രോഗ്രാം എഴുതുകയാണ്. അതെന്തെങ്ങനെ ഉണ്ടാവുക? G96S250, G92S3000 രണ്ട് വരി എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒന്നുകൂടി എഴുതിയിരിക്കുന്നു G50S3000 എന്നുകൂടി. എന്തുകൊണ്ടാണെന്ന് പറയാം. ഒന്ന്, കോൺസ്റ്റൻറ്റ് കട്ടിംഗ് സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട് G96 എഴുതി. G96 S250 എന്ന് പറഞ്ഞാൽ 250 m/min
കട്ടിംഗ് സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിക്കൊണ്ട് കട്ട് ചെയ്യണമെന്നാണ് ആദ്യത്തെ നിർദ്ദേശം. രണ്ടാമത്തെ നിർദ്ദേശം എന്താണ്? മാക്സിമം സ്പിൻഡിൽ സ്പീഡ് 3000 RPM ആയിട്ട് ലിമിറ്റ് ചെയ്യണമെന്നാണ്. ഇതിൽ G92S3000 എന്നത് നമ്മുടെ നിമി ടെക്സ്റ്റ് പുസ്തകത്തിൽ മറ്റെവിടെയും കാണാൻ സാധിക്കില്ല. ഈ ഒരു സ്ഥലത്ത് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. മുമ്പ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഇത്രയും ദിവസം ചെയ്ത പ്രോഗ്രാമുകളിൽ മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കോഡ് G50S3000 എന്നുള്ളതാണ്. അപ്പോൾ പലർക്കും ഒരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആണോ ഇത്, അല്ലെങ്കിൽ ഇത് തെറ്റാണോ, ഇത് മറ്റൊരു ആവശ്യത്തിനുള്ള കോഡല്ലേ, വേറൊരു കാൻഡ് സൈക്കിളല്ലേ തുടങ്ങിയ സംശയങ്ങൾ വരും. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫനൂക്കിന് A സീരീസ്, B സീരീസ്, C സീരീസ് എന്നിങ്ങനെ 3 സീരീസ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. 3 സ്റ്റാൻഡേർഡ്സ് ഉണ്ട് പ്രോഗ്രാമിംഗ് കോഡ്സിന്. അതുകൊണ്ട് 3 തരം G കോഡ്സ് ഫനൂക്കിന് തന്നെ ഉണ്ട്. ഓരോ മെഷീൻ അനുസരിച്ച് വ്യത്യസ്തമായ സീരീസ് ആയിരിക്കാം ഫോളോ ചെയ്യുന്നത്. സാധാരണമായിട്ട് B C സീരീസുകളാണ് കൂടുതലായിട്ടും ലേത്ത് മെഷീനുകളിൽ കാണുന്നത്. മില്ലി മെഷീനുകൾ A B C 3 മാറി മാറി വരാറുണ്ടെന്നാണ്. അപ്പോൾ ഏത് സീരീസാണ് ഉപയോഗിക്കുന്നതനുസരിച്ച് വേണം G കോഡ് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഫനൂക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ തന്നെ 3 തരത്തിലുള്ള G കോഡുകളുണ്ട്. അപ്പോൾ മെഷീൻ ഏതാണെന്നനുസരിച്ച് വേണം G കോഡ് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. കോഡിൽ G50S3000 എന്ന് പറയുന്നത് ഒരു സീരീസിലുള്ള ഫനൂക്ക് കൺട്രോളറുകളിൽ സ്പീഡ് ലിമിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണെങ്കിൽ, മറ്റൊരു സീരീസിലുള്ള ഫനൂക്ക് കൺട്രോളറുകൾ ഉപയോഗിക്കുന്ന കോഡ് G92 ആണ്. അതുകൊണ്ട് കൺട്രോളർ ഏതാണെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമ്മൾ പ്രോഗ്രാമിൽ ഈ കോഡുകൾ ഏത് കോഡും ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇഫ് എ കമ്പോണൻറ്റ് ഈസ്, എന്തുകൊണ്ടാണ് ഇതിൻ്റെ മെച്ചം എന്താണ്, ഈ തരത്തിൽ ലിമിറ്റ് സെറ്റ് ചെയ്യുന്നതിൻ്റെ മെച്ചം എന്താണ്, ബെനിഫിറ്റ് ഓഫ് ഫിക്സിങ് ലിമിറ്റിംഗ് സ്പീഡ്, അതാണ് അടുത്തതായിട്ട് പറയുന്നത്. ഇഫ് എ കമ്പോണൻറ്റ് ഈസ് റിജിഡ്ലി ഫിക്സ്ഡ് ഇൻ ദ ചക്ക് ആൻഡ് ദ കമ്പോണൻറ്റ് ഈസ് സിലിണ്ടറിക്കൽ, സ്പിൻഡിൽസ് മാക്സിമം സ്പീഡ് ഈസ് സെറ്റ് ആസ് ലിമിറ്റിംഗ് സ്പിൻഡിൽ സ്പീഡ്. ഉരുണ്ട സാധനമാണ് ചെയ്യുന്നതെങ്കിൽ മെഷീൻ്റെ തന്നെ പരമാവധി ചെയ്യാവുന്ന എത്രയാണോ വേഗത, ആ വേഗതയെ മാക്സിമം സ്പിൻഡിൽ സ്പീഡായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പാർട്ട് സർക്കുലർ അല്ല എന്ന് വിചാരിക്കുക, അതിനെ ഒരു ഫിക്സർ ഉപയോഗിച്ചാണ് പിടിപ്പിച്ചിരിക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത്ര വലിയ പ്രോഗ്രാം വേഗതയൊന്നും ചൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കുറേ കൂടി താണ ഒരു വേഗത ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അപകടം സംഭവിക്കും. തെറിക്കുക തുടങ്ങിയ അപകടങ്ങളിലേക്ക് സാധിക്കും. അപ്പോൾ at the axis of part the RPM would theoretically be infinity, അല്ലേ? അത് നമ്മളിപ്പോൾ കണക്കൂട്ടി കണ്ടതാണ്. ആക്സിസിൻ്റെ അടുത്തേക്ക് ടേൺ ചെയ്ത് എത്തുമ്പോഴേക്കും എന്ത് സംഭവിക്കും? തിയററ്റിക്കലി ഇൻഫിനിറ്റി ആവും. ഇത്തരത്തിൽ ഇൻഫിനിറ്റി ആവുന്നത് തടയാൻ വേണ്ടിയിട്ടാണ്, അത്തരത്തിൽ മെഷീൻ ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിമിറ്റിംഗ് സ്പീഡ് സെറ്റ് ചെയ്യുന്നത്. ദ മെഷീൻ however has a certain maximum spindle RPM. So in the CNC program we need to specify what this maximum speed, എത്രയാണ് അതിൻ്റെ പരമാവധി വേഗത എന്ന് നിർബന്ധമായും സ്പെസിഫൈ ചെയ്തിരിക്കണം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായിട്ട് കട്ടിംഗ് സ്പീഡ്, ഫീഡ് റേറ്റ്, ഡെപ്ത് ഓഫ് കട്ട്, തുടർന്ന് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്നിവ മനസ്സിലാക്കുകയും അതിനെ തുടർന്ന് ആ പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുക, എന്തടിസ്ഥാനത്തിലാണ് സെലക്ട് ചെയ്യുക എന്ന് ചിന്തിക്കുകയും ചെയ്തു. തുടർന്ന് ഒരു ചാർട്ട്, സ്റ്റാൻഡേർഡ് ചാർട്ടിൽ ഓരോ മെറ്റീരിയലിനും വേണ്ടുന്ന സ്പീഡിൻ്റെയും കട്ടിംഗ് സ്പീഡിൻ്റെയും റേഞ്ചുകൾ ഏതൊക്കെയാണെന്ന് കണ്ടു. അതിനെ തുടർന്ന് എന്തുകൊണ്ടാണ് മാക്സിമം കട്ടിംഗ് സ്പീഡ് സെറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ലിമിറ്റിംഗ് സ്പീഡ്, അതിൻ്റെ ആവശ്യകത എന്താണ് എന്നും കാണുകയുണ്ടായി. താങ്ക് യു.